മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. തോരാതെ പെയ്ത മഴയിൽ തിരൂരിലെ താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിലായി. അന്നാരയിലെ സാവിത്രി റോഡും താഴെപ്പാലം അന്നാര റോഡും വെള്ളത്തിലായി. വർഷങ്ങളായി കാലവർഷം കനക്കുമ്പോൾ സാവിത്രി റോഡ് പൂർണ്ണമായും വെള്ളത്തിലാവുന്നത് പതിവാണ്. റോഡിന്റെ ഇരുവശവും കെട്ടിയുയർത്താതെ നഗരസഭ നിലവിൽ നടത്തുന്ന നവീകരണ പ്രവൃത്തിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ അന്നാര താഴെപ്പാലം റോഡ് പൂർണ്ണമായും വെള്ളത്തിലായി. സമീപത്തെ കോളേജിലേക്ക് എത്തേണ്ട വിദ്യാർത്ഥികൾക്കും മറ്റും യാത്രക്കാർക്കും ഇതുവഴിയുള്ള ഗതാഗതം ഏറെ ദുഷ്കരമാണ്. അന്നാരയിലെ സാവിത്രി റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. തിരൂർ പൊന്നാനിയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന ഡ്രൈനേജും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ഇരുവശവും കെട്ടി ഉയർത്താതെ താഴ്ന്നു നിൽക്കുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നഗരസഭ നടത്തുന്നത്. നഗരസഭയുടെ ഈ പ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരൂർ അന്നശ്ശേരി പൂക്കൈത റോഡിൽ വെള്ളം കയറി. റോഡരികിലെ കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. തോടിൽ നിന്ന് റോഡിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയതോടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കനത്ത മഴയെ തുടർന്ന് അന്നശ്ശേരി പൂക്കൈത റോഡിലാണ് വെള്ളം കയറിയത്. തോടിൽ നിന്ന് റോഡിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നിർത്തിയിരുന്നു. സ്കൂളിലേക്ക് എത്താൻ കഴിയാതെ ബസ് സ്റ്റോപ്പിൽ എത്തിയ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങി. തോട്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം.